മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഉടൻ തീരുമാനം വേണമെന്ന് എൻസിപി. ദേശീയ നേതൃത്വമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. തോമസ് ചാണ്ടി അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, വിശദാംശങ്ങൾ. സൗമ്യ, എൻസിപിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഇന്നലെ ഏതാണ്ട് തീരുമാനമായിരുന്നു. അതായത് എൻസിപി സംസ്ഥാന നേതൃത്വം തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചിരുന്നു. അത് നിർദ്ദേശം എൻസിപി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര നേതൃത്വം ശരത് പവാർ സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കളുമായ ദില്ലിയിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ മന്ത്രിയെ വേണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ തോമസ് ചാണ്ടി 4:30 മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. മന്ത്രിസ്ഥാനം എത്രയും വേഗം വേണം, സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി നിശ്ചയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കണം എന്ന് അറിയിക്കാനായിരിക്കും അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ LDFന്റെ തീരുമാനം കൂടി ഉണ്ടാവേണ്ടത് ഉണ്ട്. അക്കാര്യം കൂടി വന്നതിന് ശേഷമായിരിക്കും മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും എൻസിപിയെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിസ്ഥാനം അവർക്ക് അവകാശപ്പെട്ടതാണ്. അതിനുള്ള നിർദ്ദേശം അവർ തോമസ് ചാണ്ടിയെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തോമസ് ചാണ്ടി അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുന്നത്. ദിനകർ, പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഒരു ശക്തമായ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള നീക്കം നടത്തുന്നുണ്ട്. മറുഭാഗത്ത് എൻസിപി ശശീന്ദ്രന് വലിയ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കാരണം അനുകൂലമായ ഒരു റിപ്പോർട്ട് വന്നാൽ തിരികെ മന്ത്രിസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതകൾ സംബന്ധിച്ച് ശരത് പവാർ പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയം ഒരുപക്ഷെ എൻസിപി കൈകാര്യം ചെയ്യുന്നത് ഏത് വിധത്തിലാണ്? സൗമ്യ, ഫോൺ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AK ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലേക്കായിരിക്കും തോമസ് ചാണ്ടിയെ നിയമിക്കുക. അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. എൻസിപി അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ അതോടൊപ്പം തന്നെ തോമസ് ചാണ്ടി ഇന്നലെ എൻസിപി നേതൃയോഗം കഴിഞ്ഞതിന് ശേഷം വ്യക്തമാക്കിയ ഒരു കാര്യം, AK ശശീന്ദ്രൻ തിരികെ വരികയാണെങ്കിൽ, അതായത് അന്വേഷണം പൂർത്തിയാക്കി തിരികെ വരികയാണെങ്കിൽ, അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനം തിരികെ നൽകും എന്ന് തോമസ് ചാണ്ടി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും അതിനുശേഷം മാത്രമേ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് ഇനി പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. ദിനകർ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാനുള്ള ഒരു സാധ്യതയാണ് നിൽക്കുന്നത്. മന്ത്രി തന്നെയാണ് മന്ത്രിസഭയുടെ അധിപൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു തടസ്സം ഉള്ളതായി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. സ്വാഭാവികമായും എൻസിപിക്ക് അവകാശപ്പെട്ടതാണ് മന്ത്രിസ്ഥാനം. അതുകൊണ്ട് തന്നെ അത് ലഭിക്കാനാണ് സാധ്യത ഇപ്പോൾ ഏറെ നിൽക്കുന്നത്. മറിച്ച് ഉള്ള ഒരു തീരുമാനം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുകയുമില്ല. സൗമ്യ, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. തോമസ് ചാണ്ടി ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കും. മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉടൻ തീരുമാനം വേണമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് എൻസിപി ഉള്ളത്. AK ശശീന്ദ്രനെതിരായ ഫോൺ വിളി ആരോപണം റിട്ടയർഡ് ജഡ്ജ് PS ആന്റണി കമ്മീഷൻ അന്വേഷിക്കും. ഫോൺ സംഭാഷണത്തിലെ ഗൂഢാലോചന, നിയമലംഘനം, ദുരുപയോഗം, കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നിവ സമഗ്രമായി കമ്മീഷൻ പരിശോധിക്കും. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം. മന്ത്രിസഭായോഗത്തിന്റേതാണ് തീരുമാനം. മുൻ മന്ത്രി AK ശശീന്ദ്രനെതിരെ ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ഫോൺ സംഭാഷണം അന്വേഷിക്കാൻ റിട്ടയർഡ് ജഡ്ജ് PS ആന്റണി കമ്മീഷനെ മന്ത്രിസഭായോഗം നിയമിച്ചു. കഴിഞ്ഞ ദിവസമാണ് വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ വരുമെന്നതും മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ചാനൽ സംപ്രേഷണം ചെയ്ത സംഭാഷണത്തിൽ നിയമവിരുദ്ധമായ കൃത്യങ്ങളോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടുണ്ടോ എന്നത് പ്രധാനമായും കമ്മീഷൻ പരിശോധിക്കും. സംഭാഷണം ഏത് സാഹചര്യത്തിൽ ഉണ്ടായതാണ്, റെക്കോർഡ് ചെയ്ത പ്രസ്തുത സംഭാഷണം പിന്നീട് ദുരുദ്ദേശപരമായി എഡിറ്റ് ചെയ്യുകയോ അതിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ, അതിന് പിന്നിൽ ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിവയാണ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അതും ഉൾപ്പെടെ സമഗ്ര അന്വേഷണം കമ്മീഷന് നടത്താം. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. SM വിജയാനന്ദ ഈ മാസം വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് നളിനി നെറ്റോയുടെ നിയമനം. സുബ്രത ബിശ്വാസാണ് പുതിയ ആഭ്യന്തര വിജിലൻസ് സെക്രട്ടറി. നിലവിൽ PWD അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്നു. പ്ലാനിംഗ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ VS സെന്തിലിന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ ചുമതല കൂടി നൽകും. സത്യജിത് രാജൻ പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധിക ചുമതല വഹിക്കും. ഷീല തോമസ് വിരമിക്കുന്ന ഒഴിവിലാണ് ഈ നിയമനം. ആശ തോമസ് ആയിരിക്കും പുതിയ PWD സെക്രട്ടറി. ടൂറിസം ഡയറക്ടറായി P. ബാലകരനെ നിയമിച്ചു. ഹരിത V. കുമാറാണ് പുതിയ പഞ്ചായത്ത് സെക്രട്ടറി. പൊതുഭരണ വകുപ്പിൽ സെക്രട്ടറിയായി സത്യജിത് രാജിനെ നിയമിക്കും. മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഭാരത് സ്റ്റേജ് 3 വാഹനങ്ങൾ വിൽക്കുന്നത് ഏപ്രിൽ 1 മുതൽ നിരോധനം. കച്ചവട താൽപര്യമല്ല, ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനമെന്ന് സുപ്രീംകോടതി. സമയപരിധി നീട്ടണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിലെ മുഖ്യപ്രതി ഉദുപ് വർഗീസിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് CBI അറസ്റ്റ് ചെയ്തത്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ആശുപത്രികളിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് രേഖകളിൽ കൃത്രിമം കാട്ടുകയും 300 കോടിയിലധികം രൂപ തട്ടിയെടുക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം ഹവാലയായി വിദേശത്തേക്ക് കടത്തിയെന്നും ഇയാൾക്കെതിരെ കേസുണ്ട്. ഇയാളെ പിടികൂടാൻ CBI ഇന്റർപോളിന്റെ സഹായം തേടിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വൻ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അഴിമതിക്കാരെ കൽത്തുറുങ്കിൽ അടയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. SLC ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത് സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സെക്രട്ടറിയേറ്റിന് മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പറഞ്ഞത്. ഇവിടെ SSLC +1 +2 പരീക്ഷകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിരിക്കുന്നു. ചോദ്യപേപ്പറുകൾ ചോരുന്നു. ബഡ്ജറ്റ് ചോർന്നത് നമ്മുടെ അടുത്ത ദിവസമായിരുന്നു. ഇപ്പോൾ ബഡ്ജറ്റിന് ശേഷം ഇതാ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു. ചോദ്യപേപ്പർ ചോരുക മാത്രമല്ല, വലിയ ക്വസ്റ്റ്യൻ പേപ്പർ കുംഭകോണം കേരളത്തിൽ നടന്നിരിക്കുന്നു. ജീൻസും ടീഷർട്ടും ധരിച്ചവർക്ക് കോടതിയിൽ വിലക്ക്. ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ജീൻസ് മാന്യമായ വസ്ത്രമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസിന്റെ നടപടി. വിവരങ്ങളുമായി പ്രേംലാൽ ചേർന്നുണ്ട്. പ്രേംലാൽ, എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, ഇന്നാണ് കോടതിയിൽ ജീൻസും ടീഷർട്ടും ധരിച്ചെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകരോട് ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മാന്യമായി വസ്ത്രം ധരിച്ച് കോടതിയിലെത്തണമെന്ന പരാമർശം നടത്തിയത്. ജീൻസ് മാന്യതയ്ക്ക് നിരക്കാത്ത വസ്ത്രമാണെന്നും കോടതിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്നുമാണ് മേലിൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചെത്തരുതെന്നും ചീഫ് ജസ്റ്റിസ് താക്കീത് നൽകി. സൗമ്യ, 2 വർഷം മുമ്പ് മധ്യപ്രദേശ് ഹൈക്കോടതിയും ജീൻസും വർണ്ണപ്പായിട്ടുള്ള വസ്ത്രങ്ങളും ധരിച്ച് കോടതിയിലെത്തുന്ന ജീവനക്കാർക്കെതിരെയും ഇത്തരമൊരു നടപടിയെടുത്തിരുന്നു. സൗമ്യ, പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ചൂരിയയിലെ മദ്രസ അധ്യാപകൻ മുഹമ്മദ് റിയാസ് വധക്കേസിലെ 3 പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കി. ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ആൽഫ മാമിയയുടെ മുമ്പാകെയാണ് പോലീസിന്റെ ആവശ്യപ്രകാരം സാക്ഷികളെ പങ്കെടുപ്പിച്ച് തിരിച്ചറിയൽ പരേഡ് നടത്തിയത്. റിയാസ് കൊല്ലപ്പെട്ട സമയത്ത് സമീപത്തെ മുറിയിൽ താമസക്കാരനായിരുന്ന ഖത്തീഫ് അബ്ദുൾ അസീസ് ചാമ്പി, സമീപത്ത് താമസക്കാരായ അബ്ദുൾ ഹമീദ് എന്നിവരെയാണ് തിരിച്ചറിയൽ പരേഡിൽ ഹാജരാക്കിയത്. പ്രതികളെ ഇവർ തിരിച്ചറിഞ്ഞു. ഈ മാസം 20-നാണ് റിയാസ് താമസ സ്ഥലത്ത് കൊല്ലപ്പെട്ടത്. വേനലിൽ പ്രകൃതിക്കുണ്ടാകുന്ന പലതരം പരിണാമങ്ങൾ നാം കാണാറുണ്ട്. വരൾച്ചയുടെ കാഠിന്യം കൂടുമ്പോൾ ആ മാറ്റങ്ങളും അസാധാരണമാകാം. അത്തരത്തിലൊന്നാണ് തിരുവനന്തപുരം അമ്പൂരിയിലേത്. പുഴ കിണറിലേക്ക് ചുരുങ്ങിയതിന്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങുകയാണ് ഇന്നീ ഗ്രാമം. പുഴയുടെ കണ്ണീരാണ് ഇന്ന് ഒരു നാടിന്റെ കുടിനീർ. ഈ ചെറിയ കിണറിലേക്ക് ചുരുങ്ങും മുമ്പ് അവൾ സമൃദ്ധയായി ഒഴുകിയിരുന്നു. അത് ഏറെക്കാലത്തിനപ്പുറമല്ല, ഏതാനും ദിവസങ്ങൾക്കു മുമ്പ്. ആ കാഴ്ച ഇന്ന് നമ്മെ അത്ഭുതം. തിരുവനന്തപുരത്തെ അമ്പൂരി എന്ന ഗ്രാമത്തിന്റെ ആശ്രയവും അഭിമാനവുമായിരുന്ന പന്തപ്ലാമൂട് പുഴയാണ് വേനലിന്റെ കാഠിന്യത്തിൽ ദിവസങ്ങൾക്കകം മെലിഞ്ഞില്ലാതായത്. 4 മാസം മുമ്പ് 4 ആൾ പൊക്കത്തിൽ വെള്ളമൊഴുകിയിരുന്ന മണ്ണിൽ ഇന്ന് 3 ആൾ താഴ്ചയിലാണ് ജലനിരപ്പ്. പാലം മുട്ടി ഒഴുകിയിരുന്ന വെള്ളം പിൻവാങ്ങിയിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. അമ്പൂരിയുടെ വരൾച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന വെറും തൂണുകൾ. പുഴ ഒഴുകിയ സ്ഥാനത്തുള്ള ഈ കിണർ മാത്രമാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ഏക കുടിവെള്ള സ്രോതസ്. ആറ്റിന്റെ കരയിലൊക്കെ ഓരോ കുഴികൾ കുത്തി ഓരോരുത്തർ, അത് വെറും നാറ്റമാണ്, ഈ ഓരവ, അപ്പൊ കുടിക്കാൻ ഒക്കില്ല. അതുപോലെ ഇല്ല. വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുളിക്കാനൊക്കെ വെള്ളമൊന്നുമില്ല, കുടിക്കാനും വെള്ളമില്ല. അന്നൊക്കെ നമ്മൾ കണ്ടത്തിലൊക്കെ ഒരു കുഴിയൊക്കെ കുഴിച്ചാലൊക്കെ വെള്ളം കിട്ടുന്നതാണ്. ഇപ്പോൾ കണ്ടത്തിലൊക്കെ കുഴിച്ചാലും അന്നേരം കാണും, പിന്നെ അങ്ങ് പറ്റി താന്നു പോകും. ഇപ്രാവശ്യം ഇത്രയും കഷ്ടം ഒരു നിവർത്തിയില്ല. നിറഞ്ഞൊഴുകുന്ന നല്ല നാളുകൾ സ്വപ്നം കണ്ട് മഴ കാത്തിരിക്കുകയാണ് ഇന്ന് ഈ പുഴയും ഒരു ദേശവും.
കേരളം നേരിടുന്ന കൊടും വരൾച്ചയുടെ ഉത്തമോദാഹരണമാണ് അമ്പൂരിയിലെ വറ്റിവരണ്ട ഈ പുഴ. ഇതുപോലൊരു വരൾച്ച ഇതാദ്യമായാണെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്പൂരിയിൽ നിന്നും ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ. ദൈവവചനം പറയുന്ന പാസ്റ്ററും ഒരു വിശ്വാസിയും തമ്മിലുള്ള ഫോൺ വിളി ഒടുവിൽ തർക്കത്തിലും തെറിവിളിയിലും കലാശിക്കുന്ന ഓഡിയോ വൈറലായിരിക്കുന്നു. 10 മിനിറ്റോളം നീണ്ട ഫോൺ സംഭാഷണത്തിൽ പാസ്റ്റർ വർഷമാണ് ചൊരിയുന്നത്. ഒരുപാട് തെറിവിളികളും തല്ലുകൂടലും നമ്മൾ നേരിട്ടും അല്ലാതെയും കേട്ടിട്ടുണ്ട്. എന്നാൽ വൈറലാകുന്ന ഈ തെറിവിളി ഒന്ന് കേൾക്കൂ. ഇതൊരു മതപ്രബോധകന്റെതാണ്. ഞാൻ എന്റെ തോമസ് ഊട്ടി പാസ്റ്റർ ഞാൻ സഭാപ്രവർത്തനവും ആശയപരമായ സംവാദവും ഈ അസഭ്യവർഷത്തിൽ പര്യവസാനിച്ചത് എങ്ങനെയെന്ന് പരിശോധിക്കാൻ വരട്ടെ. ദീർഘനാളായി ഗൾഫിലും കേരളത്തിലും നിരവധി ശുശ്രൂഷകൾ നടത്തിയ പാസ്റ്റർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ തോമസ് കുട്ടി പുന്നൂസിന്റെ വചനങ്ങളാണിവ. ദുബായി പോയി 160 മീറ്റിംഗ് പ്രസംഗിച്ചവൻ എനിക്കൊരു പുല്ലും എന്നെ ആരും ചെയ്തിട്ടില്ല. നീ തിരക്കണം റാണി ഞാൻ ആരാണെന്ന്. നമ്മള് പാസ്റ്റർ ഒരു വലിയൊരു വ്യക്തിയായിരിക്കും. നമ്മളൊരു സാധാരണ നിന്നെ ഞാൻ ലണ്ടനിൽ ഇവിടെ ഇറക്കത്തില്ല. ആണോ? നിന്റെ അയിരൂര് നിന്റെ വീട്ടിൽ കയറി അടിക്കും. നിന്റെ ലണ്ടനിൽ നിന്നെ ഞാൻ സൈബറിൽ ബ്ലോക്ക് നിനക്കെന്നെ എന്നെ നന്നാക്കാൻ നിനക്കെന്നെ കാര്യം മര്യാദ നിനക്കൊരു കമ്മിറ്റി ഇട്ടു. നീ പിന്നെ കേറി ചൊറിയും അല്ലേ? പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ച് ആരോ വിളിച്ചതാകാം. എന്തായിരുന്നാലും ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. പക്ഷെ ഇവിടെ പ്രസക്തമാകുന്ന ഞങ്ങളുടെയും ഒരു സംശയം ഇതാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണോ ബൈബിളിൽ പഠിപ്പിക്കുന്നത്? ഇങ്ങനെ വിളിക്കാനാണോ പഠിപ്പിക്കുന്നത്? ന്യൂസ് ഡെസ്ക് പീപ്പിൾ ടിവി ന്യൂസ്. കരുനാഗപ്പള്ളിയിൽ 12 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പെൺകുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായതായി റിപ്പോർട്ട്. ഞങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. ഹലോ രാജ്കുമാർ, വിവരങ്ങൾ. സൗമ്യ, ഇന്നലെ പുലർച്ചെയാണ് കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശിനിയായ 12 വയസ്സുകാരിയെ വീട്ടിലെ ജനൽ കമ്പിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന്റെ ദേഹപരിശോധനയിലും തുറന്നു നടന്ന ഇൻക്വസ്റ്റിലും ഇപ്പോൾ ഡോക്ടർമാരുടെ ഇതിലെ സ്ഥിരീകരണം പെൺകുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ കരുനാഗപ്പള്ളി സിഐയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിന്റെ സമീപത്തുണ്ട്. അവർ കൂടുതൽ ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 ബന്ധുക്കളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ തന്നെയാണ് കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവരുടെ അറസ്റ്റ് ഒന്നും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുത്തൂറ്റിന്റെ സ്നേഹസമ്മാനം പദ്ധതിക്ക് തുടക്കമായി. നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോൻ പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കലയ്ക്കും സാഹിത്യത്തിനുമായി ജീവിതം മാറ്റിവെച്ച കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായിരിക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. കേരള സർവകലാശാല യുവജനോത്സവം തലസ്ഥാനത്ത് പുരോഗമിക്കുന്നു. കപ്പ് സ്വന്തമാക്കാൻ തലസ്ഥാനത്തെ 2 കോളേജുകൾ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. 17 പോയിന്റുമായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് 1ാം സ്ഥാനത്ത് തുടരുന്നു. 16 പോയിന്റുമായി മാർവോനിയസ് തൊട്ടു പിന്നാലെയുണ്ട്. കലാകേരളത്തിന്റെ യൗവന തുടുപ്പിന് 2ാം ദിനം വേദി ഉണർന്നത് തിരുവാതിര മത്സരത്തോടെ. ഏറ്റവും കൂടുതൽ ആകർഷകമായത് നാടോടി നൃത്തമായിരുന്നു. മലയാളം സംവാദത്തിൽ ന്യൂജൻ യുവത്വം എന്ന ആശയത്തെ ചൊല്ലി വിദ്യാർത്ഥികൾ തമ്മിൽ പൊരിഞ്ഞ സംവാദം നടന്നു. വേനലിൽ ഉരുകുന്ന കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം ഫാൻസി ഡ്രസ്സിൽ പ്രതിഫലിച്ചു. വറ്റിവരണ്ട ഭൂമിയിൽ ഒരിറ്റ് വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന അമ്മയും കുഞ്ഞും എന്ന ആശയം ശ്രദ്ധേയമായി മാറി. പ്രസംഗം, മിമിക്രി എന്നിവ വിരസമായ ആവിഷ്കാരമാണ് പ്രേക്ഷകർക്ക് നൽകിയത്. മേളയുടെ ഓരോ ദിനത്തിലും പ്രേക്ഷകരുടെ വലിയ പങ്കാളിത്തമാണ് വിവിധ വേദികളിൽ ഉണ്ടാവുന്നത്. ക്യാമറമാൻ RK കുമാർ പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം.